അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. വേറെ ഒന്നുമില്ല, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയം. അത് പിന്നെ ലവ് മാരേജ് ആണോ നിങ്ങളുടെയും കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ലവ് മാരേജ് അല്ല, വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച കല്യാണമാണ്. ഞാൻ പെണ്ണ് കാണണമെന്നാണ് ആദ്യം കണ്ടത്. പെണ്ണാളിനെ എനിക്ക് 6 മാസമാണ്. ഈ 18-ാം തീയതി പെണ്ണാൾ കഴിഞ്ഞിട്ട് 3 മാസം എൻഗേജ്മെൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് എന്നിട്ട് ഈ സംഭവം എന്തുണ്ടായിന്നാണ് ആൾക്കാർ ചോദിക്കണം. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം എല്ലാവരും ഞങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചത്. അത്രയും പ്ലാൻ ചെയ്ത കല്യാണം തന്നെയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ എന്താ പറയാ, സേവ് ദ ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും ഞങ്ങള് ഭയങ്കര ഇതിൽ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വേണ്ടി വന്നു, അത്രയും പറ്റാണ്ടായി. അപ്പം ഗൈസ്, ഹായ്, ഹലോ, വെൽക്കം. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയ ബ്രേക്കിലായിരുന്നു. നമ്മൾ ചെന്താമര കേസിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടി പറ്റിയില്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്ന ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് യൂട്യൂബിൻ്റെ ചർച്ചാ വിഷയം കുഞ്ഞൻ എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. അപ്പം എനിക്കിത് ആരാന്ന് അറിയത്തില്ല, ഞാൻ ആരാണെന്ന് യൂട്യൂബിൽ തപ്പി പിടിച്ചപ്പോഴാണ് അറിയുന്നത്. ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗിലെ 2ാമത്തെ പെൺകുട്ടിയാണ്. ആദ്യത്തെ പെൺകുട്ടി ഒളിച്ചോടിപ്പോയി, സ്വാഭാവികം. പക്ഷെ 2ാമത്തെ പെൺകുട്ടിയും ഒളിച്ചോടിപ്പോയി, അതിലെന്തോ ഒരു അസ്വാഭാവികം അല്ലേ. അതായത് കല്യാണം ഉറപ്പിച്ച പയ്യൻ്റെ കൂടെ 3 മാസം ബാക്കിയിരിക്കുകയാണ് ഈ പെൺകുട്ടി ഒളിച്ചോടി പോകുന്നത്. അമ്മയും അച്ഛനും കല്യാണത്തിന് മണ്ഡപത്തിന് അഡ്വാൻസ് വരെ കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്തിനു ഒളിച്ചോടി? 3 മാസമല്ലേ ഉള്ളൂ, 3 മാസം വെയിറ്റ് ചെയ്താൽ പോരെ? അതാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിനുള്ളൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഈ കപ്പിൾസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. എല്ലാവരും പറയേണ്ട അടുത്ത മാസത്തേക്കാണ് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത്. അല്ല, മെയ് 3-ാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളത് പറയേണ്ടതാണ്, മെയ് 3-ാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും നാൾ വരെ നമുക്ക് ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ സാഹചര്യത്തിൽ പോയാൽ ഞങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതിന് ഏട്ടൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ശരിയുണ്ടെന്ന് അറിയാം. ഏട്ടൻ്റെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ കുറേ ആൾക്കാരുണ്ടാവും, എനിക്കറിയാം. ഇഷ്ടംപോലെ വീഡിയോസ് ഞങ്ങൾക്ക് ഫോളോ വരുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ഞങ്ങളൊന്നും വീഡിയോ കാണില്ല, നമുക്കറിയാം. നമ്മൾ കാണില്ല. ഇങ്ങനെ അവൾ സംസാരിക്കുന്ന എല്ലാത്തിലും പിശകുകൾ ഇവൻ തിരുത്തി കൊടുക്കണം, എന്നാലേ അവളത് ക്ലിയർ ആയിട്ട് പറയുള്ളൂ. അവൾ പറയുന്ന ഭൂരിഭാഗം കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്സ് ഉണ്ടാവും. പുള്ളിക്കാരൻ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, തിരുത്തി കൊടുക്കണം. എന്നിട്ട് ചെയ്യും. നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങളെ ഭാഗത്ത് ശരിയാണ് ഒന്നെങ്കിൽ എന്താണ് ആ ശരിയെന്ന് പറയാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തു എന്ന് പറയാം. അതല്ലാണ്ട് ഇപ്പം പെട്ടെന്ന് 3 മാസം ബാക്കിയിരിക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, കല്യാണം കഴിച്ചു, പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഒരു ദിവസം കൊണ്ട് യൂട്യൂബ് ചാനൽ ഒരു 49.9K സബ്സ്ക്രൈബേഴ്സിനെ ആക്കുന്നു, 300K 400K വ്യൂസ് പിടിക്കുന്നു. എന്താല്ലേ നോക്കിയിട്ട് വരുന്നുള്ളൂ. ഇപ്പൊ ഒന്നല്ല, ഇപ്പൊ എന്റെ അമ്മയുടെ അച്ഛനാൽ ഇങ്ങനെ ഒരു കല്യാണം പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിൽ. സത്യം പറഞ്ഞാലോ, അമ്മ അച്ഛനെ കരഞ്ഞിട്ട് തന്നെയാണ് ഈ കരഞ്ഞത്. ഒരിക്കലും ഞങ്ങൾ ചെയ്ത കാര്യം കൊണ്ടല്ല, അല്ല, ഇതിങ്ങനെ ആയിപ്പോയുണ്ട്. കാരണം അത്ര ഗംഭീരമായിട്ട് നമ്മൾ വെച്ച ഒരു കല്യാണം ഇങ്ങനെ ആയി പോവാൻ കാരണങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ ഇപ്പൊ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഇഷ്ടം താല്പര്യമില്ല. നല്ല വീഡിയോസ് ആയിട്ട് പോകാന്ന് വെച്ചാൽ പക്ഷെ ഞങ്ങൾ പറയണില്ല എന്ന് പറയില്ല. എന്തെങ്കിലും അത്ര സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങളത് പറയും. താല്പര്യമില്ല എന്നാൽ പിന്നെ താല്പര്യമുള്ള സമയത്ത് ഈ കേസ് ഇട്ട് കൊണ്ടിട്ട് യൂട്യൂബിലോട്ട് വന്നാൽ പോരും. അതിൻ്റെ മുമ്പേ ഇതെല്ലാം കൂടെ യൂട്യൂബിൽ എടുത്തിട്ട് അലക്കി വെളുപ്പിച്ച് ഇങ്ങനെ ഒരു ഡ്രാമ എന്ന് പറയാം കളിക്കേണ്ട ആവശ്യമുണ്ടോ? വീട്ടുകാർക്ക് സങ്കടം ഉണ്ടാവും. കല്യാണം ആഘോഷമായിട്ട് നടത്താൻ പറ്റാത്തതിൽ എല്ലാ വീട്ടുകാർക്കും സങ്കടം ഉണ്ടാവും, സ്വാഭാവികം. ഇങ്ങനൊരു ഇഷ്യൂസ് ഉണ്ട്, നിങ്ങളുടെ മാരേജ് നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ എന്തിനാ പിന്നെ 3 മാസം മുമ്പേ ഒളിച്ചോടി? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒളിച്ചോടുകയാണെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട്. കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് ഒന്നായി കഴിഞ്ഞ ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ബന്ധം വീട്ടുകാർ തടഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഒളിച്ചോടി. അവിടെ ഒരു റീസൺ ഉണ്ട്. ഇത് അതൊന്നും ഇല്ലാണ്ട് കല്യാണ മണ്ഡപത്തിന് അഡ്വാൻസും കൊടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് എൻഗേജ്മെൻറ്റും കഴിഞ്ഞ് 3 മാസം ബാക്കിയുണ്ട്. അതിന് മുമ്പ് ഉറപ്പിച്ച പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, വീട്ടുകാരി നാണം കെടുത്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എന്നിട്ട് അത് യൂട്യൂബിൽ വന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ പിന്നാമ്പുറം വെളിപ്പെടുത്താൻ തയ്യാറല്ല, മുന്നാമ്പുറം മാത്രമേ പറയത്തുള്ളൂ. പക്ഷെ അമ്മ ഈ അച്ഛൻ വന്നിട്ട് ഞങ്ങൾ കല്യാണം നല്ല രീതിയിൽ നടത്തണം. എൻ്റെ അച്ഛനമ്മയ്ക്കും അത്രയും ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പിന്നെ അവർ ഇതിങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് കൂട്ട് നിന്നത് നമ്മുടെ അവസ്ഥ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് ഏട്ടൻ്റെ ഫാമിലിയിലും തെറ്റിച്ച് പറയില്ലടി. ഏട്ടൻ്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമൊന്നുമല്ല, എല്ലാവരും അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. അവൻ നിന്നെ തിരുത്തി തരുന്നതുണ്ടോ? ചേട്ടാ, അത് നേരത്തെ തിരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു യൂട്യൂബിൽ വിവാദം ആവേണ്ടി വരുമായിരുന്നു. അവളാണ് വരാൻ തയ്യാറായി നിൽക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് പറയാമായിരുന്നു. ഇപ്പോൾ വരണ്ട, നമുക്ക് സമയമുണ്ട്, 3 മാസത്തിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം, വെറുതെ ഒരു നാണക്കേടാക്കണ്ട. ഒന്ന് ചീഞ്ഞാലാണല്ലോ മറ്റൊന്നിന് വളം, അങ്ങനെ പറയാം. ഇനിയിപ്പം എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടി, കണ്ടന്റ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു കണ്ടന്റിന് വേണ്ടി
പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. കണ്ടന്റിന് വേണ്ടി ഏതെങ്കിലും അപ്പനമ്മമാർ പറയൂ മകളെ നീ ഒക്കോ നാണക്കേടാവട്ടെ എന്ന് പറയൂ? സാധ്യതയില്ല. ഇനിയിപ്പോൾ വേറൊരു വശം നോക്കുകയാണെങ്കിൽ മണ്ഡപത്തിന് അഡ്വാൻസ് അല്ലേ കൊടുത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചിലവ് ചുരുക്കി കല്യാണം കഴിക്കുകയാണെങ്കിൽ അഡ്വാൻസ് തിരിച്ചു മേടിക്കാം, ബാക്കി ക്യാഷ് കാര്യങ്ങളൊക്കെ ലാഭിക്കാം, പിന്നെ യൂട്യൂബിനൊരു കണ്ടന്റും ആവും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഗ്രാൻഡായിട്ട് കല്യാണം നടത്താൻ വേണ്ടി കുറച്ചും കൂടെ ക്യാഷ് സമ്പാദിക്കാനുള്ളൊരു ഗ്യാപ്പും ആവും. വേണമെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ. അടുത്ത തവണ വീഡിയോ ചെയ്യുമ്പോൾ ആ ഫാൻ ഒന്ന് ഓഫ് ചെയ്ത് പറയണേ. ഒന്നും കേൾക്കുന്നില്ല. ആ പയ്യനാണെങ്കിൽ ഒട്ടും ഒച്ചയില്ലാണ്ട് സംസാരിക്കുന്നു. ഇച്ചിരി വോളിയം കൂട്ടാൻ പറ. സൗണ്ട്. ഈ വീഡിയോ ഇപ്പം എന്തായാലും മുഴുവൻ ഇട്ടിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല. അവർ തുടക്കം തൊട്ട് പകുതി വരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തിരിച്ചു മറിച്ചും ഇങ്ങനെ അലക്കി വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അതിലെന്താണ് പ്രശ്നമെന്നോ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നോ അതിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടോയെന്നോ ഒരു കാര്യം അതിൽ പറയുന്നില്ല. അവരുടെ കല്യാണം എന്തിനു നടന്നു, എങ്ങനെ നടന്നു, ആരൊക്കെ സപ്പോർട്ട് ചെയ്തു, മെസ്സേജിന് റിപ്ലൈ കൊടുത്തു, ഇതൊക്കെ തന്നെ തിരിച്ചും മറിച്ചും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയുമോ? അവരുടെ ഫാമിലിയിലെ ഇഷ്യൂസ് വേഗം ഇതിനോട്ട് എടുത്തിടും. അവർ തന്നെ എടുത്തിടും. അതാണ് അവരുടെ ഏറ്റവും വലിയ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, പ്രണവ് പ്രവീണ്. അവർ ഇപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് വിമർശനം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതും അവർ തന്നെ എടുത്തിട്ടതാണ്. ഇപ്പം മറ്റു പല ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. എല്ലാവരുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത വീടുണ്ടാവില്ല. ഒന്നരാടൻ എന്തായാലും ഉണ്ടാവും. അച്ഛനും അമ്മയും തമ്മിലോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ മക്കൾ തമ്മിലോ ഉണ്ടാവും. ഫാമിലി മെമ്പേഴ്സ് തമ്മിലോ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ല നിങ്ങളുടെ തറവാട്. അത് ആദ്യം ആലോചിക്കുക. നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം അതുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ള ചാനലാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർക്ക് വർക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഉൾപ്പെടെ ഇപ്പം അതൊരു കണ്ടന്റ് കിട്ടിയത് നിങ്ങൾ കാരണമാണ്. അതുകൊണ്ട് അരി വാങ്ങാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാട്ടയ്ക്കിട്ടൊരു കൊട്ട് കൊടുത്തു നമ്മുടെ ഉപ്പും മുളകും ഫാമിലിയിലെ മമ്മിച്ചി. മക്കളില്ലാത്ത എന്തോ കേസിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ട് കാണുമല്ലോ. മിസ്സസ് മമ്മിച്ചി ഈ മക്കളില്ലാത്തത് അത്ര വലിയ കുറവൊന്നുമല്ല. പ്രസവിച്ചതുകൊണ്ട് മാത്രം അച്ഛനും അമ്മയും ആവില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം അടുത്തുള്ള ഒരു ബാലരാമപുരത്തെ കേസിട്ടിൽ ആ കുഞ്ഞെ കിണറ്റിലിട്ട് കൊന്ന സീൻ. അതിൽ അമ്മയ്ക്ക് എത്രത്തോളം പങ്കുണ്ടെന്ന് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. പോട്ടെ, ആ കേസ് എടുക്കണ്ട. അതിന് മുമ്പുള്ള പല കേസുകളും എടുക്കാമല്ലോ. എന്തോരം കുഞ്ഞു മക്കളെ ഭിത്തിയിൽ എറിഞ്ഞിട്ടും വെള്ളത്തിൽ മുക്കിയിട്ടും ഒക്കെ അമ്മമാർ കൊല്ലുന്നു, കാമുകന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ. അപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് കരുതി ഒരാൾ അമ്മയാവുന്നില്ല. അതിന് കുറച്ച് ഇവിടെ കൂടെ വേണം. ആ ഒരു പെയിനും സ്നേഹവും എല്ലാം ഇവിടെയും വേണം. എന്നാലേ അതൊരു അമ്മ എന്ന് പറയാൻ പറ്റുള്ളൂ. വെറുതെ പ്രസവിക്കുന്ന സ്ഥലത്തെ വേദന മാത്രം വെച്ചിട്ട് അതൊരു അമ്മയാണെന്ന് ഒരിക്കലും കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു കാര്യത്തിൽ പാട്ട് പറയുന്നത് ശരിയാണ്. ഹെലൻ പറയുന്നത് ശരിയാണ്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഇവരെ കാര്യം. അവർ നേരത്തെ എറിഞ്ഞു. അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഇപ്പം അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മൂത്ത മകളെ ചാനൽ വരുന്നുണ്ട്, അമ്മയും അച്ഛൻ്റെയും ചാനൽ വരുന്നുണ്ട്, ഇപ്പം രണ്ടാമത്തെ മോളെ ചാനലിൽ വരുന്നുണ്ട്. ഗ്രോത്ത് ഡെയിലി ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചാനലിനും വ്യൂസിനും അപ്പോൾ ഏണിങ്സിനും ഉണ്ടാവുമല്ലോ ഗ്രോത്ത്. ഇതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പം ഹെലൻ പറഞ്ഞ പോലെ നിങ്ങൾ അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി, കുടുംബക്കാരെല്ലാവരും കൂടെ ഒന്നാവും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ ഒരുമാതിരി സീരിയലാണെന്ന് അമ്മച്ചിമാരെ മാതിരി കുറേ എണ്ണം കമൻറ്റ് ബോക്സ് കിടന്ന് കുഞ്ഞുസേ നീ ചെയ്തത് ശരിയാണ്, നീ ഇങ്ങനെ തന്നെ ചെയ്യണം, നിൻ്റെ ഭാഗത്താണ് ശരി, എന്തോ അവരുടെ സ്വന്തം വീട്ടിലൊരു വിഷയം പോലെ എടുത്തിട്ടാണ് ഓരോ ആൾക്കാർ കമൻറ്റ് ഇടുന്നത്. നിങ്ങൾ ഈ കമൻറ്റ് ഇട്ട് കമൻറ്റ് ബോക്സ് കിടന്ന് കൂട്ടത്തിലുണ്ടാക്കിയ ആൾക്കാരും അങ്ങനെയുള്ളവരൊക്കെ എന്താവും? ശശി. അവർ പൈസയും സമ്പാദിച്ച് കുറച്ച് കഴിയുന്ന സമയത്ത് തോളത്തും കൈയിട്ട് പാലേ തേനേ ചക്കരയെന്നും പറഞ്ഞ് നടക്കും. ഇതിലിടയിൽപ്പെട്ടിട്ട് ഇത് ആലോചിച്ചിട്ട് നടക്കുന്ന നിങ്ങൾ പ്രേക്ഷകർ ഒക്കെ മണ്ടന്മാരാളും. പിന്നെ ആ ഫാമിലിയോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പേരക്കുട്ടികൾക്ക്, വരും തലമുറകൾക്ക് നിങ്ങളുടെ പഴയ തലമുറ ചകയാനും വിലയിരുത്താനുള്ളൊരു സാഹചര്യം നിങ്ങളായിട്ട് തന്നെ വെച്ച് കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കൂടെ കൂട്ടുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.